ഹരേ കൃഷ്ണ. ഇന്ന് ശ്രീ രഘുനന്ദൻ ദാസ് ഠാക്കൂറിൻ്റെ തിരോഭാവ ദിവസം. അദ്ദേഹം ശ്രീഖണ്ഡ എന്ന ഗ്രാമത്തിൽ മുകുന്ദദാസിൻ്റെ മകനായിട്ടാണ് അവതരിച്ചത്. തലമുറകളായി ഭഗവാൻ ഗോപിനാഥൻ്റെ സേവനം ഭക്തിപൂർവ്വം പിന്തുടർന്നു വരുന്നവരായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ. ഒരിക്കൽ രഘുനന്ദൻ്റെ പിതാവ് 5 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയായ രഘുനന്ദനോട് തനിക്ക് പല ആവശ്യങ്ങൾക്കായി പുറത്തു പോകേണ്ടതായിട്ടുണ്ടെന്നും അതിനാൽ ആ ദിവസം ഭഗവാൻ ഗോപിനാഥൻ്റെ സേവനങ്ങൾ ചെയ്യണമെന്ന് നിർദ്ദേശങ്ങൾ നൽകി. പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം ഭഗവാന് സമർപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ആഹാരവുമായി ഗോപിനാഥ്ജിയുടെ സമീപമെത്തി. എന്നാൽ ഗോപിനാഥ്ജി ആഹാരം സ്വീകരിക്കാത്തതിനാൽ 5 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുട്ടി വളരെയധികം വിഷമിച്ചു. ഒടുവിൽ കണ്ണീരോടെ ഭഗവാനോട് ഭക്ഷണം സ്വീകരിക്കുവാൻ അപേക്ഷിച്ചു. ആ അപേക്ഷ കേട്ടുകൊണ്ട് ഗോപിനാഥ്ജി ആഹാരം മുഴുവനും സ്വീകരിച്ചു. മടങ്ങിയെത്തിയ മുകുന്ദദാസ് പുത്രനോട് ഭഗവാന് സമർപ്പിച്ചതിൻ്റെ പ്രസാദം ആവശ്യപ്പെട്ടു. എന്നാൽ ഭഗവാൻ മുഴുവൻ ഭക്ഷണവും കഴിച്ചു എന്നായിരുന്നു കുട്ടിയുടെ മറുപടി. തൻ്റെ കുട്ടി ഒരിക്കലും കള്ളം പറയാത്തവനാണെന്ന് മുകുന്ദദാസിന് അറിയാമായിരുന്നു. എന്താണ് സംഭവിച്ചതെന്നറിയാനായി അദ്ദേഹം മറ്റൊരു ദിവസം ഭഗവാന്റെ സേവനങ്ങൾ കുട്ടിയെ ഏൽപ്പിച്ചിട്ട് പുറത്തു പോകുകയും തിരികെ വന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഒളിച്ചു നിൽക്കുകയും ചെയ്തു. കുട്ടി സമർപ്പിച്ച ലഡ്ഡു ഗോപിനാഥ്ജി കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുകുന്ദദാസ് അവിടേക്ക് എത്തി. അത് കണ്ടപ്പോൾ ഗോപിനാഥ്ജി കഴിച്ചുകൊണ്ടിരിക്കുന്ന ലഡ്ഡു പകുതി ഉപേക്ഷിച്ച് അപ്രത്യക്ഷനായി. ഇത് മനസ്സിലാക്കി അദ്ദേഹം തൻ്റെ പുത്രനെ എടുത്ത് മടിയിൽ വെച്ചു കണ്ണുനീർ ഒഴുക്കിക്കൊണ്ടിരുന്നു. ഇപ്പോഴും വളരെ ഭാഗ്യശാലികളായ ഭക്തർക്ക് ഗോപിനാഥ്ജിയുടെ കയ്യിൽ പാതി കഴിച്ച ലഡ്ഡു കാണാൻ സാധിക്കും. കൃഷ്ണലീലയിൽ ശ്രീ രഘുനന്ദൻ ദാസ് ഠാക്കൂർ കന്ദർപ്പമഞ്ജരിയാണ്. മാത്രമല്ല ദ്വാരകയിൽ അദ്ദേഹം ഭഗവാൻ കൃഷ്ണൻ്റെ പുത്രനായി അവതരിച്ചു. ഇന്നത്തെ ദിവസം നമുക്ക് ശ്രീ രഘുനന്ദൻ ദാസ് ഠാക്കൂറിനോട് പ്രാർത്ഥിക്കാം, ഭക്തിയിൽ പുരോഗമിക്കാൻ സാധിക്കണമേ എന്ന്. ഹരേ കൃഷ്ണ. ഇന്ന് ശ്രീ വംശീദാസ് ബാബാജിയുടെ തിരോഭാവ ദിവസം. ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിൻ്റെ കാലത്ത് നവദ്വീപിലെ സ്വരൂപ് ഗുഞ്ച് എന്ന സ്ഥലത്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഒരു അവധൂതൻ്റെ ജീവിത രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഒരിക്കൽ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ വംശീദാസ് ബാബാജിയെ സന്ദർശിക്കാൻ എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഗൗരയുടെ പ്രിയപ്പെട്ട വ്യക്തി ഇവിടെ എത്തിയിരിക്കുന്നു. ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ അദ്ദേഹത്തെ ഒരുപാട് ബഹുമാനിച്ചിരുന്നു. അദ്ദേഹത്തിന് ധാന്യങ്ങളും മറ്റും നൽകുന്നതിനായി ഇടയ്ക്കിടെ ഗൗഡിയ ആശ്രമത്തിൽ നിന്നും ഭക്തരെ സ്വരൂപ് ഗുഞ്ചിലേക്ക് അയച്ചിരുന്നു. ഒരിക്കൽ ഒരു മത്സ്യ വിൽപ്പനക്കാരി വംശീദാസ് ബാബാജിയുടെ താമസ സ്ഥലത്തെത്തി അദ്ദേഹത്തോട് പലതരത്തിലുള്ള മത്സ്യങ്ങൾ വിൽപ്പനയ്ക്കുണ്ടെന്ന കാര്യം അറിയിച്ചു. അപ്പോൾ വംശീദാസ് ബാബാജിയുടെ ഉള്ളിൽ ഒരു നിമിഷത്തേക്ക് മത്സ്യത്തിൻ്റെ രുചിയെക്കുറിച്ചുള്ള ചിന്തയുണ്ടായി. അതോടെ അദ്ദേഹത്തിന് വളരെ ദേഷ്യമാവുകയും ദേഷ്യത്തോടെ മത്സ്യ വിൽപ്പനക്കാരിയെ ഓടിക്കുകയും ചെയ്തു. അതിനുശേഷം ഇങ്ങനെ ചിന്തിച്ചു, എങ്ങനെയാണിത് സംഭവിക്കുക? ഞാൻ എൻ്റെ ജീവിതം രാധാകൃഷ്ണന്മാരുടെ സേവനത്തിനായി സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവരുടെ സംരക്ഷണത്തിനുള്ള എനിക്ക് എങ്ങനെയാണ് ഇങ്ങനെയുള്ള ചിന്തകൾ വന്നത്? രാധാകൃഷ്ണന്മാർ സംരക്ഷിക്കാത്തതാണ് ഇതിനുള്ള കാരണം എന്ന് ചിന്തിച്ച് അദ്ദേഹം തൻ്റെ ആരാധനാ വിഗ്രഹങ്ങളെ ഒരുപാട് വഴക്ക് പറഞ്ഞു, ബഹളമുണ്ടാക്കി. പിന്നെ വിഗ്രഹങ്ങളെ ഒരു കയറിൽ ബന്ധിക്കുകയും അവരെ ഗംഗയിലേക്ക് എറിയുകയും ചെയ്തു. കയറിൻ്റെ ഒരറ്റം അദ്ദേഹത്തിൻ്റെ കാലിൽ ചവിട്ടി പിടിച്ചിരുന്നു. ഇതിന് കാരണം അന്വേഷിച്ച പലരെയും അദ്ദേഹം കല്ലെറിഞ്ഞ് ഓടിച്ചു. ഈ വാർത്ത ഗൗഡിയ ആശ്രമത്തിൽ എത്തിയപ്പോൾ ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ മറ്റു ഭക്തരെ അവിടെ പോകുന്നതിൽ നിന്നും വിലക്കി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ ഭക്തരോട് പറഞ്ഞു, വംശീദാസ് ബാബാജിയുടെ അടുത്ത് പോകുന്നതിൽ നിന്നും നിങ്ങളെ വിലക്കിയതിൻ്റെ കാരണം നിങ്ങൾ ചിന്തിക്കുന്നു അദ്ദേഹം മായയിൽ പെട്ടതിനാലാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന്. എന്നാൽ അങ്ങനെയല്ല. അദ്ദേഹത്തിൻ്റെ ഭക്തിഭാവം ആർക്കും മനസ്സിലാക്കാൻ കഴിയുകയില്ല. അതിനും അപ്പുറമാണത്. ശ്രീ വംശീദാസ് ബാബാജി ഒരു കൗപീനം മാത്രം ധരിച്ച് ഏകാന്തമായി തൻ്റെയും തൻ്റെ വിഗ്രഹങ്ങളായ നിതായ് ഗൗരയുടെയും രാധാകൃഷ്ണന്മാരുടെയും ഗോപാലൻ, ഗദാധരൻ എന്നിവരുടെയും മാത്രമായ ഒരു ലോകത്താണ്. സമൂഹത്തിൽ നിന്നും വളരെ അകന്ന് അദ്ദേഹം ജീവിച്ചു. ഭഗവാന്റെ സേവനത്തിനായി ഉപയോഗിച്ചിരുന്ന 2 പിച്ചള പാത്രങ്ങളും കുറച്ച് മൺപാത്രങ്ങളും മണി, ശംഖ് എന്നിവ മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ സമ്പത്ത്. അതിരാവിലെ പൂക്കൾ ശേഖരിക്കുന്നതിനായി പുറത്തു പോകും. അതിനുശേഷം ഭിക്ഷ യാചിച്ച് ലഭിക്കുന്നതുമായി മടങ്ങിയെത്തും. തൻ്റെ വിഗ്രഹങ്ങൾക്ക് മാല സമർപ്പിച്ച ശേഷം പച്ചക്കറി അരിഞ്ഞ് പലവട്ടം കഴുകുകയും അതിലെ ഓരോ ധാന്യമണികൾ പോലും സൂക്ഷ്മമായി നിരീക്ഷിച്ച് നെല്ലും പതിരും നീക്കം ചെയ്ത് വളരെ സാവധാനത്തിൽ ഏറ്റവും നന്നായി ഭക്ഷണം പാകം ചെയ്യും. സമയം, കാലം, രാവ്, പകൽ ഇതെല്ലാം അദ്ദേഹത്തിന് അർത്ഥശൂന്യമായിരുന്നു. രാത്രി മുഴുവൻ ഉണർന്നിരുന്നുകൊണ്ട് ഗൗരനിതായോടൊപ്പം ആടിയും പാടിയും സംസാരിച്ചും സമയം ചിലവഴിച്ചു. അദ്ദേഹം ഭിക്ഷയ്ക്കായി പുറത്തു പോകുമ്പോൾ വാതിൽ പൂട്ടാറില്ല. കാരണമായി അദ്ദേഹം പറയുന്നത്, വീടിൻ്റെ ഉടമ തന്നെ കള്ളന്മാരോട് അനുകമ്പയുള്ള വ്യക്തിയാണെങ്കിൽ പിന്നെ വീട് പൂട്ടിയിട്ട് എന്ത് പ്രയോജനം എന്നാണ്. ഒരിക്കൽ അദ്ദേഹം പുറത്തുപോയ സമയത്ത് ആരോ ഗൗരയ്ക്ക് ഉപഹാരം നൽകിയ ഒരു നെക്ലസ് കാണാതെ പോയി.
അദ്ദേഹത്തിനൊടുവിൽ സൂചന കിട്ടിയത് പ്രകാരം ഒരാളുടെ വീട്ടിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ ആ കള്ളൻ നെക്ലസ് നൽകിയതുമില്ല. മാത്രമല്ല, വംശീദാസ് ബാബാജിയെ അവിടുന്ന് തള്ളിയിട്ടു. ഇതൊരിക്കലും ഗൗരയ്ക്ക് സഹിക്കാവുന്നതായിരുന്നില്ല. ആ കള്ളനും കുടുംബവും ഉടൻ തന്നെ മരിച്ചു. ഇതുകൂടാതെ ഒരിക്കൽ മോഷണം നടന്നതിൻ്റെ പേരിൽ അദ്ദേഹം ഗൗര നിതായിയെ ശിക്ഷിക്കേണ്ട അവസ്ഥ വരെ വന്നു. ഒരിക്കൽ നിതായിക്കും ഗൗരയ്ക്കും വേണ്ടി ഭക്ഷണം പാകം ചെയ്യുന്ന പാത്രങ്ങൾ മോഷണം പോയി. ഗൗര നിതായിയുടെ ഒത്താശയില്ലാതെ ഇതെങ്ങനെ സംഭവിക്കാനാണ്? അതിനാൽ അന്ന് നിതായിക്കും ഗൗരയ്ക്കും അദ്ദേഹം ആഹാരം കൊടുത്തില്ല. അടുത്ത ദിവസമായപ്പോൾ ഒരാൾ വന്ന് ഒരു പാത്രം നൽകി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ചെറിയ പാത്രം നിതായിയുടേതാണ്. അതിനാൽ ഇന്ന് നിതായിക്ക് മാത്രം ഭക്ഷണം നൽകും. ഗൗരാംഗന് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഗൗര അദ്ദേഹത്തിന്റെ പാത്രം തിരിച്ചെത്തിക്കട്ടെ. എന്നിട്ട് നിതായിക്ക് മാത്രം ആഹാരം നൽകി. നിതായ് ഭക്ഷണം കഴിക്കുന്നത് ദൈന്യമുഖത്തോടെ ഗൗര നോക്കി നിന്നു. അതിനിടയിൽ മറ്റൊരാൾ വന്ന് ഗൗരയുടെ പാത്രവും തിരിച്ചു നൽകി. ബാബാജി ആ പാത്രത്തിൽ ഭക്ഷണം ഉണ്ടാക്കി ഗൗരയ്ക്കും ഭക്ഷണം നൽകി. എന്നിട്ട് അദ്ദേഹം വിഷമത്തോടെ പറഞ്ഞു, എനിക്ക് നിങ്ങളെ ശിക്ഷിക്കാൻ ഒരിക്കലും ആഗ്രഹമില്ല. എന്നാൽ നിങ്ങൾ വളരെ വികൃതികളാണ്. നിങ്ങൾ എന്നെ എപ്പോഴും ഇങ്ങനെ കളിപ്പിക്കുകയാണ്. എന്നാൽ ഞാനിപ്പോൾ വൃദ്ധനായിരിക്കുന്നു. എനിക്കിനി ഇതെല്ലാം എങ്ങനെ ചെയ്യാൻ കഴിയും? വംശീദാസ് ബാബാജിക്ക് ഗൗര നിതായിയോടുള്ള ഭക്തിഭാവം ആർക്കും മനസ്സിലാക്കാൻ കഴിയുകയില്ല. ഇന്നത്തെ ദിവസം നമുക്ക് അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കാം, നമുക്കും ഗൗര നിതായിയോട് ഭക്തിഭാവം ഉണ്ടാകണമേ, അവരുടെ സേവനം ചെയ്യാൻ സാധിക്കണമേ എന്ന്. ഹരേ കൃഷ്ണ.